യുദ്ധഭീതി നിലനിൽക്കുന്ന പാശ്ചാത്യ ലോകത്തുനിന്നും ഏറ്റവും പുതിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് 892 ദിവസം പിന്നിടുമ്പോൾ ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വാർത്തകൾ വരുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം യുക്രൈൻ്റെ തലസ്ഥാനമായ കീവിൽ റഷ്യ വൻ റോക്കറ്റ് ആക്രമണം നടത്തിയെന്നാണ് പുതിയ വാർത്തകൾ. ഇതുവരെ റഷ്യ യുക്രൈനെതിരെ നടത്തിയതിൽ വച്ച് ഏറ്റവും മാരകമായ റോക്കറ്റ് ആക്രമണമാണ് കഴിഞ്ഞ വെളുപ്പിനോടെ ഉണ്ടായതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഏറെ വൈകി ആരംഭിച്ച റോക്കറ്റ് ആക്രമണത്തിൽ കീവിലും മധ്യ കിഴക്കൻ യുക്രൈൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും റോക്കറ്റ് മഴയായിരുന്നുവെന്നും പറയുന്നുണ്ട്. കീവിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവ തടയാൻ ശ്രമിച്ചെങ്കിലും തുടരെയുള്ള ആക്രമണത്തെ ചെറുക്കാൻ അവയ്ക്കും സാധിച്ചില്ല. നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായതായും പറയുന്നുണ്ട്. എന്നാൽ മരണസംഖ്യ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഇതുകൂടാതെ ലോകത്തെ ഇപ്പോൾ ആശങ്കയിലാക്കിയിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ക്രിമിയൻ പ്രദേശത്തും റഷ്യൻ അതിർത്തി പ്രദേശങ്ങളിലും റഷ്യൻ പട്ടാളം ആണവായുധ പരിശീലനം നടത്തിയതിന് ശേഷമായിരുന്നു ഈ ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ്. ശക്തി കുറഞ്ഞ ആണവ ബോംബുകളും റോക്കറ്റുകളും മുതൽ ശേഷി കൂടിയ ആയുധങ്ങളുടെ വരെ മൂന്നാം വട്ട പരീക്ഷണമാണ് അവിടെ നടന്നത്. ഇതിൽ ലോകരാഷ്ട്രങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നെങ്കിലും തൊടുന്യായങ്ങൾ പറഞ്ഞ് പുടിൻ വിഷയം മാറ്റിവിടുകയായിരുന്നു ചെയ്തത്. റഷ്യയുടെ ഇത്തരത്തിലുള്ള മാരകശേഷി കുറഞ്ഞ ഏതെങ്കിലും ആയുധം യുക്രൈനിൽ പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് കാരണവും പുടിൻ തന്നെയായിരുന്നു. റഷ്യൻ പട്ടാളക്കാർ തങ്ങളുടെ ആണവ ശേഖരത്തിൽ നിന്നും ആയുധങ്ങൾ പുറത്തെടുത്ത് മോക്ക് ഡ്രിൽ നടത്തിയെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് കിലോമീറ്റർ അകലെയുള്ള നഗരങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള കൂറ്റൻ വാർഹെഡുകൾ, ആണവ ബോംബുകൾ, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ടാങ്കറുകൾ എന്നിവ പുറത്തെടുത്തായിരുന്നു റഷ്യയുടെ ഈ പരീക്ഷണം നടന്നത്. അടിയന്തര ആവശ്യമുണ്ടായാൽ ആയുധം പ്രയോഗിക്കുന്നതിന് പട്ടാളക്കാർക്ക് പരിശീലനം നൽകുന്നതിനായാണ് ആണവായുധങ്ങൾ പുറത്തെടുത്തതെന്നായിരുന്നു റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരുന്നത്. എന്നാൽ യുക്രൈനെ പിന്തുണയ്ക്കുന്ന നാറ്റോ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പായിരുന്നു ഇതെന്നും വിദഗ്ധരുടെ വിലയിരുത്തലുണ്ടായിരുന്നു. വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നായിരുന്നു പുടിൻ അന്ന് പറഞ്ഞത്. തങ്ങളുടെ സൈന്യം അതിന് സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നാലെ പട്ടാളക്കാരുടെ പരിശീലനം കൂടിയായപ്പോൾ ഭീതി വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അമേരിക്കയുടെ തലയിൽ കുറ്റം ചാർത്തിക്കൊണ്ട് ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയുടെ അംഗീകാരം റദ്ദാക്കിയ റഷ്യ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാറ്റോ സഖ്യം അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളും വൈകാതെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ. നിലവിലെ യുദ്ധം ആരംഭിച്ചത് 2022 ഫെബ്രുവരി 24-നായിരുന്നു. മുൻ സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും ഈ പറയുന്ന യുക്രൈനും. 1991-ൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുകയായിരുന്നു ഇരുവരും. 2013 പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈൻ്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്. പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നതും എല്ലാവരും കണ്ടതാണ്. 2014 ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാനുകോവിച്ചിന് സ്ഥാനം നഷ്ടമാകുക വരെ ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താല്പര്യം. ഇതിന് പിന്നാലെയാണ് റഷ്യ ആക്രമണം നടത്തി ക്രിമിയ അടർത്തിയെടുത്തു കൊണ്ടുപോയത്. മാത്രമല്ല, ഡോൺബാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാനായി യുക്രൈനുമായി യുദ്ധം നടത്തി വരികയും ആയിരുന്നു. റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്നാണ് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. പിന്നീടാണ് 2022 ഫെബ്രുവരി 24-ന് റഷ്യ യുദ്ധം ആരംഭിക്കുകയും ഇരു ചേരികളും ചേർന്ന് തുടരെ ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്.